എഡിറ്റിംഗ് എക്സിസ്റ്റിംഗ് കോണ്ടന്റ് എന്ന സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ ഇൻലൈൻ എഡിറ്റിംഗിനെ കുറിച്ച് പഠിക്കുന്നു. CK എഡിറ്റർ ഉപയോഗിക്കുന്നത്, CK എഡിറ്റർ കോൺഫിഗർ ചെയ്യുന്നത്. ഈ ട്യൂട്ടോറിയൽ റെക്കോർഡ് ചെയ്യുവാൻ ഞാൻ ഉപയോഗിക്കുന്നത് ഉബുണ്ടു ഓപ്പറേറ്റിംഗ് സിസ്റ്റം, Drupal 8, ഫയർഫോക്സ് വെബ് ബ്രൗസർ തുടങ്ങിയവയാണ്. താങ്കളുടെ ഇഷ്ടാനുസരണം ഏത് വെബ് ബ്രൗസറും ഉപയോഗിക്കാം. നാം നേരത്തെ സൃഷ്ടിച്ച വെബ്സൈറ്റ് തുറക്കാം. ഒന്നാമതായി ഇൻലൈൻ എഡിറ്റിംഗ് പഠിക്കുന്നു. വലതുഭാഗത്ത് ടൈറ്റിലിന് മുകളിലൂടെ കഴ്സർ കൊണ്ടുവരിക. നിങ്ങൾക്ക് ഒരു പെൻസിൽ ഐക്കൺ കാണാം. ടൈറ്റിലിന് മുകളിലൂടെ പോകുമ്പോൾ അത് ബ്ലോക്ക് ക്രമീകരിക്കുവാൻ ആവശ്യപ്പെടുന്നു. കോൺഫിഗർ ബ്ലോക്കിൽ ക്ലിക്ക് ചെയ്യുക. പേജ് ടൈറ്റിലിന്റെ ജനറൽ ബ്ലോക്ക് ആണ് ഈ ബ്ലോക്ക്. ഇത് മാറ്റിയാൽ ഓരോ നോഡിലെയും പേജ് ടൈറ്റിൽ വ്യത്യസ്തമായി കാണപ്പെടും. ഗോ ബാക്ക് ടു സൈറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. പെൻസിലിന് മുകളിലൂടെ പോകുക. കോൺഫിഗർ ബ്ലോക്ക് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ടാബുകൾ മാറ്റണമെങ്കിൽ ഇവിടെ അവ മാറ്റാം. ഞാൻ അതേപോലെ വിടുന്നു. ബാക്ക് ടു സൈറ്റ് എന്നത് ക്ലിക്ക് ചെയ്യുക. കണ്ടന്റ് ഏരിയ എന്നതിലെ പെൻസിലിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ 3 ഓപ്ഷനുകൾ ഉണ്ട്: ക്വിക്ക് എഡിറ്റ്, എഡിറ്റ്, ഡിലീറ്റ്. ക്വിക്ക് എഡിറ്റ് എന്നത് ഇൻലൈൻ വിൻഡോവിലെ ഫ്രണ്ട് എൻഡ് എഡിറ്റിംഗ് ആണ്. എഡിറ്റ് ഒരു നോഡിന്റെ മെയിൻ എഡിറ്റിംഗ് വിൻഡോവിലേക്ക് കൊണ്ടുപോകുന്നു. ഡിലീറ്റ് സ്ഥിരീകരണ ശേഷം നോഡ് ഇല്ലാതാക്കുന്നു. ഒരു ഇൻലൈൻ ഫാഷനിൽ നമ്മുടെ നോഡ് എഡിറ്റ് ചെയ്യുവാൻ ക്വിക്ക് എഡിറ്റ് ക്ലിക്ക് ചെയ്യുക. മൗസ് നീക്കുമ്പോൾ ഇൻഡിവിജ്വൽ നോഡിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കൂടുതൽ കണ്ടന്റ് ചേർക്കാവുന്നതാണ്. സോഴ്സ് നോക്കി വ്യൂ ചെയ്യുവാനും ടെക്സ്റ്റ് ബോൾഡ് ആക്കുവാനും സാധിക്കും. ഒരിക്കൽ മാറ്റം വരുത്തിയാൽ Drupal സേവ് ചെയ്യുവാൻ ആവശ്യപ്പെടുന്നു. നോഡ് അപ്ഡേറ്റ് ചെയ്യുവാൻ സേവിൽ ക്ലിക്ക് ചെയ്യുക. ആർട്ടിക്കിൾ നോഡ് മാറ്റുന്നത് പഠിക്കാം. വെൽക്കം ടു Drupalville എന്ന് പറയാം. ക്വിക്ക് എഡിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ടൈറ്റിൽ, ബോഡി എന്നീ ഫീൽഡുകളിൽ ഫ്രണ്ട് എൻഡിൽ എഡിറ്റ് ചെയ്യാം. പക്ഷേ നമുക്ക് ഇമേജിൽ എഡിറ്റ് ചെയ്യാൻ സാധ്യമല്ല. ഇമേജിൽ മാറ്റം വരുത്തുവാൻ എഡിറ്റ് സ്ക്രീനിലേക്ക് പോകണം. ഇപ്പോൾ ബോഡിയിൽ മാറ്റം വരുത്തി അത് സേവ് ചെയ്യാം. ക്വിക്ക് എഡിറ്റ് വിൻഡോയിലെ ടാഗുകൾ എഡിറ്റ് ചെയ്യാനാകും. Drupal എന്നതിലെ ഫ്രണ്ട് എൻഡ് എഡിറ്റിംഗിൽ ലളിതമായ തിരുത്തലുകൾ ചെയ്യാം. എഡിറ്റ് ടാബിൽ ഏത് സമയത്തും കണ്ടന്റ് പുതുക്കാമെന്നുള്ളത് Drupalന്റെ സവിശേഷതയാണ്. വിസിവിക് എഡിറ്റർ മുൻപ് നിരവധി തവണ പരാമർശിച്ചു. വാട്ട് യു സീ ഈസ് വാട്ട് യു ഗെറ്റ് എന്നതാണ് ഇത് ഉദ്ദേശിക്കുന്നത്. വിസിവിക് എഡിറ്റർ തികച്ചും സഹായകരമാണ്. നമുക്ക് ടെക്സ്റ്റ് ഫോർമാറ്റ് എന്നത് ഫുൾ HTML ലേക്ക് മാറ്റാം. ഇത് വിസിവിക് എഡിറ്ററിനെ കുറിച്ചുള്ള ലഭ്യമായ ഫോർമാറ്റിംഗ് ഓപ്ഷനുകൾക്കുള്ള ഒരു ഐഡിയ തരുന്നു. Drupalൽ CK എഡിറ്റർ Drupal കോറിന്റെ കൂടെ വരുന്നു. ഇത് ഡിഫാൾട്ട് ആയി ഓൺ ആയി കിടക്കുന്നു. അത് കോൺഫിഗർ ആണ്. നമുക്ക് അത് നോക്കാം. വെൽക്കം ടു അവർ സൈറ്റ് എന്ന ടെക്സ്റ്റ് ഹൈലൈറ്റ് ചെയ്യാം. നോർമൽ എന്നത് ഹെഡിംഗ് 2 എന്നാക്കി മാറ്റാം. ഉടനെ Drupal ടെക്സ്റ്റ് എങ്ങനെ കാണപ്പെടുന്നു എന്നതിന്റെ ഒരു പ്രിവ്യൂ നൽകുന്നു. ഇത് നിർണ്ണയിക്കുന്നത് തീമും തീം തരുന്ന കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്സ് അല്ലെങ്കിൽ CSS ആണ്. എഡിറ്റിംഗ് Drupal നോഡ്സ് ഈസ് റിയലി ഫൺ എന്നിങ്ങനെ കൂടുതൽ ടെക്സ്റ്റുകൾ ചേർക്കാം. ഈ ടെക്സ്റ്റ് ഹൈലൈറ്റ് ചെയ്ത് ഇറ്റാലിക്സ് ടേൺ ഓഫ് ചെയ്ത് ടെക്സ്റ്റിന് ഒരു ഹൈപ്പർ ലിങ്ക് ഉണ്ടാക്കാം. ഇവിടെ http://drupal.org/ എന്ന് കൊടുക്കാം. സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. മൗസ് നീക്കുക. ടെക്സ്റ്റ് ഇപ്പോൾ ഹൈപ്പർ ലിങ്ക് ആണ്. ഹൈപ്പർ ലിങ്ക് നീക്കം ചെയ്യുവാൻ ടെക്സ്റ്റ് ഹൈലൈറ്റ് ചെയ്ത് അൺലിങ്ക് ക്ലിക്ക് ചെയ്യുക. അൺഡു ചെയ്യുവാൻ Ctrl+Z അമർത്തുക. ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിംഗ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഓർഡർഡ്, അൺഓർഡർഡ് ലിസ്റ്റ് എന്നിവ ചേർക്കാം. അൺഓർഡർഡ് ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് 1, 2, 3 എന്നീ ബുള്ളറ്റുകൾ ചേർക്കുക. ഓർഡർഡ് ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് 1, 2, 3 എന്നിവ ചേർക്കുക. ബ്ലോക്ക് കോഡ്സ് ഉപയോഗിക്കുന്നതിന് ടെക്സ്റ്റ് ഹൈലൈറ്റ് ചെയ്ത് ബ്ലോക്ക് കോഡ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഒരിക്കൽ കൂടി ഫോർമാറ്റിംഗ് നിയന്ത്രിക്കുന്നത് തീം ആണ്. നമുക്ക് എളുപ്പത്തിൽ ഇമേജുകൾ ഉൾപ്പെടുത്താവുന്നതാണ്. ഞാൻ ആദ്യത്തെ നോഡിൽ അപ്ലോഡ് ചെയ്ത ചിത്രം തിരഞ്ഞെടുത്തു. ആൾട്ടർനേറ്റ് ടെക്സ്റ്റ് എന്ന ഫീൽഡിൽ
ഞാൻ ദ്രുബൽ ലോഗോ എന്ന് ടൈപ്പ് ചെയ്യുന്നു. അലൈനിന്റെ കീഴിൽ റൈറ്റ് തിരഞ്ഞെടുക്കുക. വേണമെങ്കിൽ ക്യാപ്ഷൻ ചേർക്കാം. അവസാനമായി സേവ് ക്ലിക്ക് ചെയ്യുക. നോഡിനുള്ളിൽ ബോഡിക്കകത്ത് അത് ചേർത്തു. നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ഒരു പുതിയ സ്ഥാനത്തേക്ക് വലിച്ചിടുക. എഡിറ്റിംഗ് വിൻഡോ റീസൈസ് ചെയ്ത് നമ്മുടെ ഇമേജ് എവിടേക്ക് വേണമെങ്കിലും ഡ്രാഗ് ചെയ്യാവുന്നതാണ്. മൗസ് നീക്കി ഇമേജ് റീസൈസ് ചെയ്യുക. ഡ്രുബൽ നോഡിൽ ഇമേജുകൾ ചേർക്കുന്നതിനു മുൻപ് ഇമേജുകൾ ശരിയായി റീസൈസും ഫോർമാറ്റിംഗ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. നോഡിൽ കണ്ടന്റ് അലൈൻ ചെയ്യുവാൻ ഇത് ഒരുപാട് സഹായിക്കും. ടേബിൾ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ലൈൻ ചേർക്കാം. ഇവിടെ H2 ബ്ലോക്ക്, ബ്ലോക്ക് കോഡ്, പാരഗ്രാഫ് ടാഗ് എന്നിവ ഉണ്ട്. നിങ്ങൾക്ക് HTML അറിയാമെങ്കിൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് സോഴ്സ് കാണാം. മുന്നോട്ട് കടക്കുന്നതിന് മുൻപായി എല്ലാ ഓപ്ഷനുകളും നന്നായി പഠിക്കണം. നമ്മൾ ഫുൾ HTML ഓണാക്കിയതായി ഓർക്കുക. നമ്മൾ ബേസിക് HTML ലേക്ക് മാറിയാൽ അത് ഒരു വാർണിംഗ് തരുന്നു. ശാശ്വതമായി കണ്ടന്റ് നഷ്ടപ്പെടുവാനോ ഡിലീറ്റ് ആകുവാനോ സാധ്യതയുണ്ട്. ഉദാഹരണമായി ജാവാസ്ക്രിപ്റ്റ്, ഐഫ്രെയിം, യൂട്യൂബ് വീഡിയോ, ഗൂഗിൾ മാപ്പ് എന്നിവ ഇൻസേർട്ട് ചെയ്തു. ബേസിക് HTML ലേക്ക് മാറിയാൽ ദ്രുബൽ കണ്ടന്റുകൾ മാറ്റുന്നു. ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് നിങ്ങൾ ആവശ്യമുള്ളത് മാത്രം നിലനിർത്തുക. സെറ്റിംഗ്സിലെ മാറ്റങ്ങൾ റദ്ദാക്കുക. നമുക്ക് ഒന്നും നഷ്ടപ്പെടില്ല. ഇത് CK എഡിറ്ററിന്റെ ഒരു ഓവർവ്യൂ ആണ്. ഇത് ദ്രുബലിന്റെ കൂടെ വരുന്നു. എങ്ങനെ കസ്റ്റമൈസ് ചെയ്യാം എന്ന് പഠിച്ചു. സേവ് ആൻഡ് കീപ് പബ്ലിഷ്ഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. പുതുക്കിയ നോഡ് പ്രദർശിപ്പിക്കുന്നു. അടുത്തത് CK എഡിറ്റർ കോൺഫിഗർ ചെയ്യുന്നത് പഠിക്കാം. മുകളിൽ കോൺഫിഗറേഷൻ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ടെക്സ്റ്റ് ഫോർമാറ്റ്സ് ആൻഡ് എഡിറ്റേഴ്സ് ക്ലിക്ക് ചെയ്യുക. ബേസിക് HTML, ഫുൾ HTML എന്നിവ CK എഡിറ്ററിൽ ഉപയോഗിക്കുന്നു. ഒതന്റിക്കേറ്റഡ് യൂസർ, അഡ്മിനിസ്ട്രേറ്റർ എന്നിവ അവയ്ക്ക് അസൈൻ ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് സവിശേഷതകളും യൂസർ റോൾസ് ആണ്. ദ്രുബലിൽ യൂസറിന് വ്യത്യസ്ത റോളുകൾ ഉണ്ട്. ഓരോ റോളിനും പെർമിഷൻ കൊടുക്കണം. ബേസിക് HTML ഒതന്റിക്കേറ്റഡ് യൂസറിനും അഡ്മിനിസ്ട്രേറ്ററിനും ഉപയോഗിക്കാം. ഈ രണ്ട് റോളുകൾ CK എഡിറ്ററിന് അസൈൻ ചെയ്യുന്നു. ഫുൾ HTML ഒരു അഡ്മിനിസ്ട്രേറ്ററിന് ഉപയോഗിക്കാം. ബേസിക് HTMLന് CK എഡിറ്റർ ചെക്ക് ചെയ്യാം. കോൺഫിഗർ എന്നതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വ്യത്യസ്ത റോളുകൾ നൽകാവുന്നതാണ്. ആഗ്രഹിക്കുന്ന ഒരു ടെക്സ്റ്റ് എഡിറ്റർ നിയോഗിക്കുക. അതിൽ ഉപയോഗപ്രദമായ ബട്ടണുകൾക്കുള്ള പെർമിഷൻ അവർക്ക് കൊടുക്കണം. ബേസിക് HTML ടെക്സ്റ്റ് ഫോർമാറ്റിനുള്ള ഒതന്റിക്കേറ്റഡ് യൂസറിനുള്ള ആക്റ്റീവ് ടൂൾബാർ ഇതാണ്. നമ്മൾ ആക്റ്റീവ് ടൂൾബാറിലേക്ക് ഈ ബട്ടണുകളിൽ ഒരെണ്ണം ചേർക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്തു ചെയ്യണം? ഇത് വളരെ ലളിതമാണ്. അവൈലബിൾ ബട്ടൺസ് എന്നതിലെ പേസ്റ്റ് ഫ്രം വേർഡ് ഐക്കൺ തിരഞ്ഞെടുക്കുക. ഐക്കണുകൾ ചേർക്കാവുന്ന നീല ബോക്സ് പ്രത്യക്ഷപ്പെടുന്നതുവരെ മൗസ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. പുതിയ ഗ്രൂപ്പ് ചേർക്കുവാൻ ആഡ് ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുക. കോപ്പി ആൻഡ് പേസ്റ്റ് എന്ന് പേര് കൊടുത്ത് അപ്ലൈ ക്ലിക്ക് ചെയ്യുക. കോപ്പി ആൻഡ് പേസ്റ്റ് സെക്ഷനിലേക്ക് പേസ്റ്റ് ഫ്രം വേർഡ് എന്നത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ എല്ലാ പേസ്റ്റ് ഐക്കൺസും ചേർക്കാം. അതുകൊണ്ട് നമുക്ക് ബേസിക് HTML ഫോർമാറ്റിലെ ബാറിലേക്ക് 3 പുതിയ ബട്ടണുകൾ ചേർത്തു. ടെക്സ്റ്റുകൾ ഫയലിൽ നിന്നും കോപ്പി പേസ്റ്റ് ചെയ്യുന്നതിന് പേസ്റ്റ് ഐക്കൺസ് ഓരോ ടൂൾബാറിനും ആവശ്യമാണ്. ഇൻലൈൻ ഇമേജും അപ്ലോഡ് ചെയ്യാം. 32 MB ഫയൽ സൈസോടുകൂടി ഏത് ഉയരവും വീതിയും ഉള്ള ഇമേജുകൾ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റാളേഷൻ അനുസരിച്ച് നിങ്ങളുടെ ഇമേജ് സൈസ് വ്യത്യാസമായിരിക്കും. നിങ്ങളുടെ മുൻഗണന പ്രകാരം ഇവിടെ മാറ്റാവുന്നതാണ്. ഉദാഹരണത്തിന് സ്വമേധയാ ലിങ്ക് ചെയ്യുന്നതിനു പകരം URL എന്നത് ലിങ്ക് ആക്കി മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. കൺവേർട്ട് URLs into link എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഫിൽറ്റർ സെറ്റിംഗ്സ് ഉണ്ട്. ലിമിറ്റ് അലൗഡ് HTML ടാഗ്സ് ക്ലിക്ക് ചെയ്യുക. സോഴ്സ് നോക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കാവുന്ന HTML ടാഗുകൾ കാണാവുന്നതാണ്. അതുകൊണ്ട് ഇത് വിസിബിക് എഡിറ്റർ പവർഫുൾ ആണ്. ഇതാണ് അതിന്റെ കോൺഫിഗറേഷൻ ഏരിയ.
എല്ലാ മാറ്റങ്ങളും വരുത്തിയാൽ സേവ് കോൺഫിഗറേഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് കണ്ടന്റ് നോക്കാം. വെൽക്കം ടു ദ്രുബൽവിൽ നോഡ് എന്നതിലെ എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഫുൾ HTML ഓണാക്കി, അതുകൊണ്ട് അത് മാറിയിട്ടില്ല. ഇത് ബേസിക് HTML ലേക്ക് മാറ്റാം. എല്ലാ ചേഞ്ചുകളും ഇവിടെ കാണാവുന്നതാണ്. എനിക്ക് എന്റെ ബ്ലോഗ്സ് കാണാൻ കഴിയുന്നില്ല, എങ്കിലും പേസ്റ്റ് ഐക്കൺസ് ലഭ്യമാണ്. ഞാൻ ഇവിടെ ഇമേജ് ആവശ്യമില്ലാത്തതിനാൽ ഇമേജിൽ ക്ലിക്ക് ചെയ്ത് ബാക്ക്സ്പേസ് അല്ലെങ്കിൽ ഡിലീറ്റ് അമർത്തുന്നു. സേവ് ആൻഡ് കീപ് പബ്ലിഷ്ഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഒരിക്കൽ കൂടി കോൺഫിഗറേഷൻ ക്ലിക്ക് ചെയ്യുക. താഴേക്ക് സ്ക്രോൾ ചെയ്ത് ടെക്സ്റ്റ് ഫോർമാറ്റ്സ് ആൻഡ് എഡിറ്റർ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ഫുൾ HTML ടൂൾബാർ കോൺഫിഗർ ചെയ്യാം. ഇവിടെ കുറച്ച് കൂടുതൽ ബട്ടണുകൾ ലഭിച്ചു, എന്നാൽ പേസ്റ്റ് ഐക്കൺസ് ഇല്ല. ഷോ ഗ്രൂപ്പ് നെയിംസ് ക്ലിക്ക് ചെയ്യുക. രണ്ടാമത്തെ വരിയിൽ ആഡ് ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുക. കോപ്പി ആൻഡ് പേസ്റ്റ് എന്ന് പേര് കൊടുക്കാം. ഇത് കോപ്പി ആൻഡ് പേസ്റ്റ് സെക്ഷനിലേക്ക് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യാം. അതുപോലെ താഴെ എല്ലാ ഓപ്ഷൻസും ഉണ്ട്. ഇവിടെ സേവ് കോൺഫിഗറേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വീണ്ടും വെൽക്കം ടു ദ്രുബൽവിൽ എന്നതിലേക്ക് പോകാം. ഫുൾ HTML ലേക്ക് മാറ്റാം. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ 2 വരി ബട്ടണുകൾ കാണാം. നമ്മുടെ എഡിറ്റർ സെറ്റ് ആയിരിക്കുന്നു. CK എഡിറ്ററിനെ കുറിച്ച് പഠിച്ച് അത് മനസ്സിലായെന്ന് ഉറപ്പുവരുത്തുക. ഇതോടെ ഈ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു. സംഗ്രഹിക്കുവാൻ അനുവദിക്കുക. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിച്ചത് ഇൻലൈൻ എഡിറ്റിംഗ്, യൂസിംഗ് CK എഡിറ്റർ, കോൺഫിഗറിംഗ് CK എഡിറ്റർ. ഈ വീഡിയോ അക്യുവ, OS ട്രെയിനിംഗ് എന്നിവയിൽ നിന്ന് സ്വാംശീകരിച്ച് IIT ബോംബെയിലെ സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് പുതുക്കി നിശ്ചയിച്ചു. ഈ ലിങ്കിൽ ലഭ്യമായ വീഡിയോ സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് സംഗ്രഹിക്കുന്നു. ഡൗൺലോഡ് ചെയ്ത് കാണുക. സ്പോക്കൺ ട്യൂട്ടോറിയൽ ടീം വർക്ക്ഷോപ്പുകൾ നടത്തി സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ദയവായി എഴുതുക. സ്പോക്കൺ ട്യൂട്ടോറിയലിന് ഫണ്ട് കൊടുത്തത് NMEICT, Ministry of Human Resource Development, NVLI, Ministry of Culture, Government of India. IIT ബോംബെയിൽ നിന്നും വിജി നായർ. പങ്കെടുത്തതിന് നന്ദി.